കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. നിലവിലുള്ള ഭരണകക്ഷിയായ LDFിനോട് ഇനി ഭരണത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകൂ എന്ന് ജനം പ്രഖ്യാപിക്കുന്ന ഒരു ഫലമാണ് നമ്മൾ വായിച്ചെടുത്തത്. കൃത്യമായിട്ട് ഇത് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. കാരണം അത്രമാത്രം ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. പല വിഷയങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ കൈവിട്ട കാഴ്ച കേരളം കാണുകയും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷത്തെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകൾ തന്നെ ഇത് ശരിയല്ല എന്ന് ഈ ഭരണകൂടത്തോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാതിരുന്നപ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ അത് വളരെ വ്യക്തമായിട്ട് പ്രകടമാക്കി എന്നുള്ളതാണ്. എന്താണ് നമുക്ക് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയുക? നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുകയില്ല എന്നാണ് വെപ്പ്. കേരളത്തിന്റെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ്, അതിന്റെ മാനദണ്ഡങ്ങൾ വേറെയാണ്, അതിന്റെ ഒരു കൾച്ചർ വേറെയാണെന്നൊക്കെയാണ് സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ പോലും നേരത്തെ ആലോചിച്ചിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ച് പറഞ്ഞിരുന്നത്, UDF LDF പൊളിറ്റിക്സ്, NDA പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിനേക്കാളേറെ ജനസമ്മതിയുള്ള, ജനങ്ങളുമായി ബന്ധമുള്ള, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന സാധാരണക്കാരായ പ്രവർത്തകർ ആർക്കാണോ കൂടുതലുള്ളത് അവർ അധികാരത്തിൽ വരാനാണ്, അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാനാണ് സാധ്യത. പ്രത്യേകിച്ചും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഏത് കാലത്തും കേരളം ആര് ഭരിക്കുമ്പോഴും ഒരു നേരിയ തോതിലെങ്കിലും ഭൂരിപക്ഷം LDFന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ട് കേരളത്തിൽ. ഇത്തവണ ജനം തെറ്റിച്ചു. ഇത്തവണ ജനം കുറെ കൂടി, നമ്മൾ ധരിച്ചു വെച്ചത് ജനത്തിന് രാഷ്ട്രീയം താല്പര്യമില്ലാത്തൊരു വിഷയമായി തീർന്നിരിക്കുന്നു, ആര് ഭരിച്ചാലും കണക്കാണ് എന്നൊരു പൊതുബോധം ജനങ്ങളെ നയിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ അല്ല എന്നും നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തോടുള്ള അടങ്ങാത്ത അമർഷവും പ്രതിഷേധവും ഭരണവിരുദ്ധ തരംഗമായി ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നതുമാണ്. നമ്മൾ ഈ പ്രകടമായി കാണുന്ന, ഈ വെളിച്ചത്ത് കാണുന്ന രാഷ്ട്രീയമല്ലല്ലോ. ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് തിളച്ചു വരുന്ന വികാരമാണ്. ആ വികാരം കേരളം ഭരിക്കുന്ന LDF ഗവൺമെന്റിനെതിരായി എന്തുമാത്രം ശക്തമായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും ഇത് കണ്ടത്. നമ്മൾ അപ്പോഴും ധരിച്ചത് എന്താ, ഇനിയിപ്പോ ഇടതുപക്ഷത്തിനോട് തീർച്ചയായിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റിന് ചരിത്രത്തിലൊരു ഗവൺമെന്റിനോടും ഇല്ലാത്ത വിധത്തിലുള്ള ജനവികാരം ഉണ്ട് ഗവൺമെന്റിനെതിരായിട്ട്. പക്ഷെ അത് മുതലാക്കാൻ, അത് വോട്ടാക്കി മാറ്റാൻ മാത്രമുള്ള UDFന്റെ ഒരു ഐക്യവും ഏകോപനവും ഉണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഇലക്ഷന്റെ തലേന്ന് പോലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂവിൽ പോലും തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുമ്പോൾ എടുത്ത നിലപാടല്ല പുറത്താക്കി കഴിഞ്ഞപ്പോൾ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒന്നാമത്തെ വിധിയിൽ ജാമ്യം കിട്ടാത്ത അന്ന് സ്വീകരിച്ച നിലപാടല്ല ഇപ്പൊ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പ്രശ്നത്തിൽ പോലും, ഒരു വ്യക്തിയുടെ ഇഷ്യൂവിൽ പോലും കൂട്ടായൊരു തീരുമാനമെടുത്തിട്ട് ഒരു രാഷ്ട്രീയ ബോധവും സംസ്കാരവും ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ജനം വിചാരിച്ചത്, നമ്മുടെ ഈ സൂക്ഷ്മ വിശകലനത്തിന്റെ തലത്തിലൊന്നുമല്ല, ജനം വിചാരിച്ചത് ആര് പകരം വന്നാലും LDFന് ഇപ്പോ ഈ അനുഭവിച്ചതോളം വെച്ചിട്ട് 9 കൊല്ലം ഭരിച്ച പിണറായി വിജയന്റെ ഗവൺമെന്റിന് ഇപ്പോ ഒരു ഡോസ് കൊടുക്കേണ്ട സമയമാണ്. ഒരു ശരിയായ ജനകീയ പ്രതികരണം ഇപ്പൊ കൊടുക്കേണ്ട സമയമാണ്. അത് ബാലറ്റിലൂടെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇപ്പൊ ഈ UDFന്റെ മുൻതൂക്കത്തെ നമുക്ക് കാണാൻ. അതുകൊണ്ട് ജനങ്ങൾ ഇപ്പൊ തീരുമാനിച്ചത് കൊടുക്കേണ്ട അടി ഇപ്പൊ കൊടുക്കുക. പകരം ആര് വന്നു, ഇനി അവര് പക്ഷെ ആര് വരട്ടെ, വന്നവന് വീണ്ടും കൊടുക്കാൻ ഇവന്റെ കയ്യിൽ സമ്മതിദാനം ഉണ്ടല്ലോ. അവന്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം അതാണല്ലോ. അതുകൊണ്ട് കൊടുക്കേണ്ട നേരത്തെ ഞങ്ങൾ കൊടുക്കും. ഇപ്പൊ കൊടുക്കേണ്ടത് പിണറായി വിജയനാണ്. നാളെ ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഉച്ചത്തിൽ നമ്മുടെ ജനങ്ങൾ യഥാർത്ഥ അവകാശികളായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ നമുക്ക് കാണാൻ. അഹമ്മദ് ബാഷർ ശരിയായ വിശകലനമാണ് നടത്തിയിരിക്കുന്നത്. അങ്ങ് പറഞ്ഞു, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിലല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. 100% ശരിയാണ്. പക്ഷേ എന്നിട്ടും ഇതിനൊരു അപവാദമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ല, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ വാശിയോടും വീറോടും കൂടി നടന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ AKC സെന്റർ നിൽക്കുന്ന സ്ഥലത്ത് നടന്ന വാശിയേറിയ പോരാട്ടമാണ്. അതിന് ഒരു വീറും വാശിയും എന്ന് പറഞ്ഞാൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും ഉണ്ടായിരുന്നു. CPM എന്ന് പറയുന്ന സർവ്വ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മിടുക്കരായ സ്ഥാനാർത്ഥികളെ വിനിയോഗിച്ചുകൊണ്ടും, കോൺഗ്രസും അത് തന്നെ, ശബരിനാഥനെയൊക്കെയാണ് സ്ഥാനാർത്ഥികൾ, അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു വീറും വാശിയും ഏറിയ ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത്. ഈ 3 മുന്നണികളുടെയും ഒരു ശക്തി പരീക്ഷണ സ്ഥലമായിരുന്നു അനന്തപുരി.
ആ ഒരു തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള ഖ്യാതി BJP നേടിയിരിക്കുക, അല്ലെങ്കിൽ NDA മുന്നണി സഖ്യം നേടിയിരിക്കുക. നോക്കൂ, 102 സീറ്റുകളാണ് അവിടെ മൊത്തം ഉള്ളത്. 49 സീറ്റുകൾ ഇപ്പോൾ അവർ നേടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇപ്പോൾ അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളത് മാറാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ വരുന്നത് തീരദേശങ്ങളാണ്. അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ആ തീരദേശങ്ങളിലെ വോട്ടെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസിനായിരിക്കാൻ പോകുന്നത്. എങ്കിലും തന്നെ ഈ ഒരു ഭദ്രമായ നിലയിൽ അവരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ LDF ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പിന്നെ UDF ഒറ്റയ്ക്കോ ഭരിക്കാൻ കഴിയാത്ത ഒരു നിലയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ഭരണത്തിന് ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭരണം വരുമ്പോഴാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് പ്രധാനമന്ത്രി 40 ദിവസത്തിനകം അവിടെ വരും, തലസ്ഥാന നഗരത്തെ ഒരു മഹാനഗരമാക്കി മാറ്റുന്നതിന് എല്ലാവിധ സ്മാർട്ട് സിറ്റിയുടെ സൗകര്യങ്ങളോടും കൂടി ഉയർത്തുന്നതിനുള്ള നടപടികൾ വരുന്നു. അത് തീർച്ചയായിട്ടും അത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രമാണ്. അതുകൂടാതെ കൊയിലാണ്ടി, നമ്മൾ ഈ മലബാറിലെ കാര്യം, കൊയിലാണ്ടിയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു NDA മുന്നണി പ്രാവശ്യം. കാസർഗോട്ടും വളരെ ശക്തമായിട്ട് അവർ കടന്നു വന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയമായിട്ടൊരു പാറ്റേൺ ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പന്തളത്ത് മുനിസിപ്പാലിറ്റി BJPക്ക് NDAക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശബരിമലയുടെ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവിടെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ പല അട്ടിമറികൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പത്തനംതിട്ടയിലെ പല SDPI ജയിച്ച് 4 സീറ്റുകളുണ്ട് പത്തനംതിട്ടയിൽ. അതിൽ 3 ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് NDA. ഒരു സീറ്റ് മാത്രമാണ് SDPIക്ക് അവിടെ നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള പല പ്രത്യേകത ഇനിയിപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിശകലനം കൂടിയുണ്ട്. മൊത്തത്തിൽ UDFൻ്റെ വിജയമാണിത്, ഭരണവിരുദ്ധ വികാരമാണിത്. രണ്ടാമതായിട്ട് മാഷ് നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ BJP മുന്നേറും എന്ന് പറയുന്നത് ഇതിൽ സത്യമാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് മാഷ് തന്നെ അല്ല, ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പല കാര്യങ്ങളും നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം കേന്ദ്രീകരിച്ചു. അതെ. തൃശ്ശൂരിൽ അവർ കേന്ദ്രീകരിച്ചില്ല. എന്തുകൊണ്ട് എന്ന് ഞാൻ മാഷ് പറഞ്ഞ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ 36 സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ച സമയത്ത് ലീഡ് ചെയ്ത പാർട്ടിയാണ്. പക്ഷെ അവരത് വിട്ടു. അവർക്കറിയാം, അവർക്ക് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി കൃത്യമായിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം, ഒറ്റ ഫോക്കസ്, ആ തിരുവനന്തപുരം. ആ തിരുവനന്തപുരം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പിടിക്കുന്നതിന് തുല്യമായിട്ടാണ് BJP കണക്കാക്കിയത്. അത് കൃത്യമായിട്ട് അവർ നടപ്പിലാക്കി. ഒറ്റക്കക്ഷി എന്നല്ല, 49 വേണ്ട ഇപ്പോൾ അവിടെ ഭരിക്കാനായിട്ട്. കാരണം മറ്റ് 2 പേർക്കും കിട്ടുന്ന അവർക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് ഇതിനെ എതിർക്കാനായിട്ട് പറ്റില്ല. പക്ഷേ കേവല ഭൂരിപക്ഷം കിട്ടിയാൽ പല പരിപാടികളും പദ്ധതികളും അവർക്ക് നടപ്പാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിയില്ല. പ്രതിപക്ഷത്തിന് അതിൽ കൂടുതൽ വോട്ട് വരികയാണെന്ന് വെച്ചാൽ. പക്ഷേ നമ്മളതിനകത്ത് കാണേണ്ട BJP നല്ല രീതിയിൽ മുന്നേറ്റം നടത്തുകയും അതേപോലെ തന്നെ ജനങ്ങൾ നിലവിലുള്ള ഭരണകൂടത്തോട് അതിശക്തമായിട്ട് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. ആൻറ്റി ഇൻകംബൻസി ഇത്രമാത്രം പ്രകടമായ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലത്തെങ്കിലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും ആൻറ്റി ഇൻകംബൻസി അല്ല പ്രകടമാക്കുന്നത്, പ്രോ ഇൻകംബൻസി ആയിരുന്നു. ഭരണത്തിലിരിക്കുന്നവർക്ക് വീണ്ടും ഭരണത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യമാണ് എല്ലായിടങ്ങളിലും ഒഴുകിയിരിക്കുന്നത്. അത് അതിന് പ്രധാനപ്പെട്ട ഈ പ്രീവിയസുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഈ അവസാന കാലത്ത് കൊടുത്ത പെൻഷൻ പോലും ആരെ സഹായിച്ചില്ല? LDF സഹായിച്ചില്ല. കാരണം LDFനോട് കേരളം പറയുന്നത് നിന്റെ ഈ പെൻഷന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, നിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വോട്ട് തന്നിരുന്നത് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയമൊക്കെ കൊണ്ടുപോയി കുഴിച്ചും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പെടലിക്ക് അടിക്കും എന്ന് കൃത്യമായിട്ട് കേരള ജനത CPMനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് ഇവർ പാഠം പഠിക്കട്ടെ. തീർച്ചയായിട്ടും ആ പാഠം എനിക്ക് തോന്നുന്നു ചെറിയ പാഠമല്ല. ഒന്ന്, ഈ വൈകാരികമായ ഒരു മതാത്മക രാഷ്ട്രീയം പൊതുവെ കേരളത്തിന്റെ ഒരു സ്വഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും എന്റെ അന്തിമ അവസാനമായി എന്റെ പാർട്ടിയല്ലേ, ഇനി അതിനെതിരായി കുത്തിക്കൂടാ എന്നൊരു വികാരം ഉണ്ടായിരുന്നു. ഇപ്പൊ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സാറ് പറഞ്ഞ 2 കാര്യമാണ്. ഈ കൺമുമ്പിൽ കൊണ്ടുതരുന്ന കണ്ണിൽ പൊടിയിടാൻ കൊണ്ടുതരുന്ന ആനുകൂല്യങ്ങളല്ല, അന്തിമമായി ഇവന്റെ രാഷ്ട്രീയ സംസ്കാരം എന്താണ് എന്ന് ജനങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ബദൽ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുന്നു കേരളം. ഇപ്പൊ UDFും LDFും തമ്മിൽ മത്സരിച്ച് ഇത്രയും കാലമായി മുടിച്ച ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും ഒടുവിൽ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ ഇടതുപക്ഷം പോയോ വലത് UDF വന്നോ എന്നതിനേക്കാളേറെ ഏറ്റവും ഒടുവിലത്തെ ആ കോർപ്പറേഷന്റെ ഒക്കെ ഒരു സ്ഥിതി എന്തായിരുന്നു? ആര്യ രാജേന്ദ്രൻ എന്ന കുട്ടി വന്ന് കാണിച്ചു കൂട്ടി എന്തൊക്കെ. അപ്പോൾ ഒരു പരീക്ഷണത്തിന് തയ്യാറായി. ആ പരീക്ഷണത്തിന് ജനത്തെ സജ്ജമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായി. ചിലയിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട്.
തിരുവനന്തപുരത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ പിടിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പഠിച്ചു. തിരുവനന്തപുരത്ത് ഒന്ന് ഫോക്കസ് ചെയ്താൽ. 2, തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങോട്ട് പോകണ്ടെന്നും BJP തീരുമാനിച്ചു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ബേസ് വോട്ടുകളുടെ പ്രശ്നമാണ്. തിരുവനന്തപുരത്ത് BJPക്ക് ബേസ് വോട്ട് ഉണ്ട്. അതെ, അതാണ് കാര്യം. തൃശ്ശൂർ അതില്ലെന്നുള്ള തിരിച്ചറിയാം. പിന്നെ ഈ വൈകാരികമായ താൽക്കാലികമായ വോട്ടുകൾ നിലനിൽക്കൂലാന്ന് തെളിയിച്ചു. പന്തളം പോയാലും സാറിന് കൃത്യമായിട്ട് അറിയാലോ, പന്തളം സ്വന്തം സ്ഥലമാണ്. ഇനി ആലോചിച്ചു നോക്കൂ, ഈ 2 സംഗതിയിൽ ഇനിയിപ്പോ പാലക്കാട്ടുകാർ എന്താ തെളിയിച്ചത്? പാലക്കാട്ട് ഒരു കൾച്ചർ എന്താ? പാലക്കാട്ടെ ഒരു കൾച്ചർ ഇത്രയും കാലം അവിടെ മുനിസിപ്പാലിറ്റി ഭരിച്ച കൃഷ്ണകുമാറിന്റെ BJPയുടെ അഴിമതി നിറഞ്ഞ ആരോപണങ്ങൾ നിറഞ്ഞ ഒരു ചോയ്സാണ് ഉള്ളത്. അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംസ്കാരത്തിലൂടെ UDF ആണ് അപ്പുറത്തുള്ളത്. ഇത് രണ്ടും വേണ്ടാന്ന് പാലക്കാട്ടുകാർ തീരുമാനിച്ചു. ഈ ഇടതുപക്ഷ വിരുദ്ധ തരംഗമുള്ളപ്പോഴും പാലക്കാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ ഓപ്റ്റ് ചെയ്തെങ്കിൽ ജനങ്ങൾക്ക് ബോധമുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഒരു കാര്യം കൂടെ പറയാം. മുനമ്പം വാർഡ് എന്ന് പറയാം, കൊച്ചിയിൽ ജയിച്ചിരിക്കുന്നത് ഭരണത്തിലേക്ക് വരുന്നതും LDF ആണല്ലോ, അല്ലേ? LDF വരുന്ന മുനമ്പം വാർഡ് പക്ഷേ കൈകയറിയിരിക്കുന്നത് NDAക്കാണ് വിജയം. വഖഫിനെതിരെയുള്ള അവിടുത്തെ സമരത്തിന്റെ ഒരു വിജയമാണ്. ആ വിജയത്തിന്റെ സത്യാവസ്ഥ ഇനിയും ആ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ശരിയായ റിസൾട്ട് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ സമരം മാത്രമേ നടന്നിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ BJP കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJP, ഇവിടെ സമരം നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച BJP മുനമ്പത്തുകാർക്ക് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിലയിരുത്തൽ ഇനി വരാൻ പോകുന്നു. അതൊരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമുക്കറിയാം. എന്തായാലും ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ നമ്മളെ ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ വിജയം, ജനാധിപത്യത്തിന്റെ ഒരു വൻ വിജയമാണ്. ഇങ്ങനെയാണ് ജനാധിപത്യം. അത് എല്ലാവരും നമ്മൾ മൂന്നും അതിൽ യോജിക്കുകയാണ്. തീർച്ചയായും.